ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളൊരു സംശയത്തിലായിരുന്നില്ല. 2024 ജൂണിൽ UGC നെറ്റ് എക്സാം ഉണ്ടാവുമോ? ഇലക്ഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ UGC നെറ്റ് എക്സാമിന് ഇനി പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമോ? കുറച്ചുകൂടി മാസങ്ങൾ അപ്പുറത്തേക്ക് ഇതൊന്നും കൂടി നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഡൗട്ട്സുകൾ, പലതരത്തിലുള്ള ചർച്ചകളായിരുന്നു പൊതുവെ UGC നെറ്റ് ആസ്പിറന്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കഴിഞ്ഞ 1-2 ആഴ്ചകളിലും മാസങ്ങളിലൊക്കെ ആയിട്ട് നടന്നിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ കൃത്യമായി ജൂണിൽ എക്സാം ഉണ്ടാകുമെന്ന് UGC പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു വെയിറ്റിംഗ് ഇപ്പോൾ ഓവറായിരിക്കുകയാണ്. എന്തായാലും UGC നെറ്റ് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആണ്. നിങ്ങളെല്ലാവരും അപ്ലിക്കേഷൻ കൊടുക്കുന്ന തിരക്കിലായിരിക്കും. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചില കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ UGC നെറ്റുമായി ബന്ധപ്പെട്ട് വന്ന ചില മാറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ ഒന്ന് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എല്ലാവരും വായിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഈ 2024 ജൂൺ എക്സാമിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിക്കണം അല്ലെങ്കിൽ റെഫർ ചെയ്യണമെന്ന് വീണ്ടും നമ്മൾ പറയാനുള്ളൊരു കാരണം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കുന്നത്, പുതിയതായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് UGC നെറ്റ് എക്സാമിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു മാറ്റങ്ങൾ പലപ്പോഴും പല ആളുകളും പരസ്പരം ചർച്ച ചെയ്യുകയും ഒരുപാട് ഡൗട്ട്സുകൾ ഇപ്പോഴും എയറിൽ എവിടെയൊക്കെയോ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയതായിട്ടുള്ള മാറ്റങ്ങൾ എന്നതും ഈ മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് അനുമാനിക്കാൻ കഴിയുന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ അറ്റ് ദ എൻഡ് ഒരു UGC നെറ്റ് ആസ്പിറന്റ് എന്ന നിലയിൽ നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്നതും എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാം, നമ്മളുടെ നോട്ടിഫിക്കേഷൻ്റെ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഒരൊറ്റ എക്സാം ഡേറ്റ് മാത്രമാണ് ഉള്ളത് എന്നതാണ്. 16 ജൂൺ 2024 UGC നെറ്റ് എക്സാം നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓൾമോസ്റ്റ് ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്കുണ്ട്. എല്ലാ സബ്ജക്റ്റുകൾക്കുള്ള നെറ്റ് എക്സാം ഒരൊറ്റ ദിവസം കണ്ടക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു മാസത്തിനോടടുത്ത്, ചിലപ്പോൾ പലപ്പോഴും 15 ദിവസം അല്ലെങ്കിൽ 22 ദിവസമൊക്കെ ആയിട്ട് ഡിഫറൻ്റ് ആയ ഡേറ്റുകളിൽ ഡിഫറൻറ്റ് ഷിഫ്റ്റുകൾ, ഡിഫറൻറ്റ് സ്ലോട്ടുകളായിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഇനി നമുക്ക് ഒരൊറ്റ ദിവസമാണ്, ജൂൺ 2024 16 എക്സാം നടക്കും എന്നതാണ്. അപ്പോൾ ആ 16 ഇത് ഒരു ഷിഫ്റ്റ് ആവുമോ, അതല്ല 16 ഉച്ചയ്ക്ക് മുമ്പ് ഒരു ഷിഫ്റ്റും ഉച്ചയ്ക്ക് ശേഷം ഒരു ഷിഫ്റ്റും അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഒരു ഡൗട്ട്. തീർച്ചയായിട്ടും 2 ഷിഫ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഒരൊറ്റ ദിവസം എക്സാം നടത്തുന്നു എന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ദിവസത്തെ എക്സാം അല്ലെങ്കിൽ ഒരുപാട് ദിവസം വെച്ച് എക്സാം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എക്സാം നടത്തുന്ന ബോഡിക്ക് വലിയൊരു റിസ്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത് ബേസിക്കലി. കാരണം ഡിഫറൻ്റ് ആയ ഡേറ്റുകളിൽ ഈ എക്സാമിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സുകൾ, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ടും പ്രയാസം സൃഷ്ടിക്കുന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസണായിട്ട് പറയുന്നത്. പിന്നീട് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഡിഫറൻ്റ് ആയ ഡേറ്റുകൾ, ഡിഫറൻ്റ് ആയ ഷിഫ്റ്റുകളിൽ എക്സാം നടത്തുമ്പോൾ ജനറൽ പേപ്പറിന് വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു തവണത്തെ എക്സാമിന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത് ബേസിക്കലി ഒരു ഹെക്റ്റിക് ടാസ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെയും കൂടി ഒന്ന് ക്ലിയർ ചെയ്യുക എന്നതും കൂടി ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജനറൽ പേപ്പറിന് പൊതുവേ 2 ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം, എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരേ ജനറൽ പേപ്പർ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനി ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മാക്സിമം പോയാൽ 2 ജനറൽ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ, UGC നെറ്റിന് നമ്മളുടെ മുന്നിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. എല്ലാ സബ്ജക്റ്റിലുള്ള ആളുകൾക്കും സെയിം ടൈമിൽ എക്സാം എഴുതുന്നവർക്കൊക്കെ സെയിം ജനറൽ പേപ്പർ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ബേസിക്കലി നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ജനറൽ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൂടി കൂടും, മത്സരം ഒന്നും കൂടി കൂടും, ഒന്നും കൂടി അനലിറ്റിക്കൽ മോഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാത്സിൽ നിന്നൊക്കെ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് പലപ്പോഴും കണ്ടുവരാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും പ്രതീക്ഷയായി എങ്കിൽ പോലും റിസൾട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റിസൾട്ടിന് ഡയറക്റ്റ്ലി പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും മാത്സിൽ നിന്നൊക്കെ കണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനറൽ പേപ്പർ ഒന്നും കൂടി നമ്മൾ ഡെപ്തിൽ നോക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനാലിസിസ്. കാരണം ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ തയ്യാറാക്കേണ്ടതുള്ളൂ. ആ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഡെസിസീവായൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറാവേണ്ട ആവശ്യം അല്ലെങ്കിൽ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലത്തെ ഇപ്പോഴുള്ളതുപോലെ തന്നെ ആയിരിക്കും. എങ്കിലും ഒന്നും കൂടി അനലിറ്റിക്കൽ ആവാനുള്ളൊരു സാധ്യത നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ
ഒന്നാമത്തതെന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് ദിവസങ്ങളിൽ എക്സാം മാറി ഒരൊറ്റ ദിവസത്തേക്ക് എക്സാം വരുന്നു എന്നതാണ്. രണ്ടാമതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചേഞ്ച്, ഒരു പക്ഷേ ഏറ്റവും ഡിസിസീവായ ചേഞ്ച് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം മാറിയിട്ട് ഇനി OMR ആയിട്ട് നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ മോഡിലേക്ക് എക്സാം ചേഞ്ച് ചെയ്യുന്നു എന്നതാണ്. ഇതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മാറ്റമാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിന് പിന്നിലുള്ള കാരണം? ഇതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നതും എക്സാമിൻ്റെ ഹെക്ടിക്സ് ഒന്ന് ഒഴിവാക്കി എക്സാം ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആകുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കണക്ടിവിറ്റി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന ഒരു എക്സാമാണ്. ആ എക്സാമിന് എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ കൃത്യമായിട്ട് ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയ സെൻറ്റേഴ്സ് ഒരുക്കേണ്ടതുണ്ട്. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എക്സാം നടത്താൻ പറ്റില്ല. കമ്പ്യൂട്ടർ കൃത്യമായിട്ടുള്ള നല്ല കണക്ടിവിറ്റി, നെറ്റ് കണക്ടിവിറ്റി ഉള്ള കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഈ സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ എക്സാം നടത്താൻ പറ്റുള്ളൂ. എന്നാൽ ഇനി അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഏതൊരു ഗവൺമെൻറ് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ എക്സാം നടത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറുകയാണ് എന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നല്ല റിലാക്സേഷൻ നമുക്ക് തരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കാലം, കുറച്ച് കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് കൊറോണയുടെ കാലം അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം എന്ന് പറയുന്നത് നമ്മൾ സെൻറ്റർ കൊടുക്കുന്നത് നമുക്ക് തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും നമ്മളുടെ തന്നെ സ്റ്റുഡൻസൊക്കെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലൊക്കെ സെൻറ്റർ കൊടുത്ത് കോയമ്പത്തൂരിലൊക്കെയാണ് സെൻറ്റർ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കൊടുക്കുന്ന സെൻറ്റേഴ്സ് തന്നെ മാക്സിമം മിക്കവാറും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അത് നമ്മളെ ആസ്പിറൻസായ ഗേൾസിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളതാണ്. കാരണം കൂടുതലായിട്ട് പലപ്പോഴും നമ്മളൊരു ദിവസത്തെ എക്സാമിന് വേണ്ടി 2 ദിവസത്തെ വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ മാറി ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും എക്സാം കണ്ടക്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് എക്സാം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ എവിടെയാണോ സെൻറ്റർ കൊടുക്കുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ നമുക്കറിയാം OMRലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ കുറേ പ്രോബ്ലംസ് പലപ്പോഴും ഇപ്പോൾ ആസ്പിറൻസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. കാരണം പലപ്പോഴും പഴയ കാലത്ത് നെറ്റ് എക്സാം എഴുതാതെ പ്രത്യേകിച്ച് PG ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയാസം എന്ന് പറയുന്നത് അവർ ഒരു പക്ഷേ മോക്ക് ക്വസ്റ്റ്യൻസും PYQs ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്നുള്ള രൂപത്തിൽ കമ്പ്യൂട്ടറിൽ തന്നെ ആയിരിക്കും. OMR ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഒരു മാറ്റം പലപ്പോഴും ഒരു പ്രയാസമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും നിങ്ങൾ, പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്ട്രക്ചർ മാറിയല്ലോ എന്ന രീതിയിൽ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയാം. കാരണം നമുക്കിപ്പോഴും 1.5 മാസം നമ്മുടെ മുന്നിലുണ്ട്. ഈ 1.5 മാസം കൊണ്ട് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ സബ്ജക്റ്റ് മാറ്ററിൽ അവസാന സമയത്ത് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ പ്രിപ്പറേഷൻ അടിപൊളിയാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിനി എക്സാമിലുണ്ടായ മാറ്റം നിങ്ങളെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന മാറ്റമല്ല, എല്ലാവരെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന മാറ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ OMR ആണെങ്കിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിലും അതിനൊക്കെ പോസിറ്റീവ് നെഗറ്റീവ്സ് വശങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിൽ ഒരുപാട് ആസ്പിറൻസ് എപ്പോഴും പറയാറുണ്ട് പൂർണ്ണാർത്ഥത്തിൽ 150 ചോദ്യങ്ങൾ നോക്കാൻ കഴിയുന്നില്ല, തലവേദന വരുന്നു, അതുപോലെ തന്നെ കാഴ്ചയുടെ പ്രശ്നങ്ങൾ വരുന്നു, സ്ക്രീൻ ടൈമിൻ്റെ പ്രോബ്ലംസ് വരുന്നു, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ചില ആളുകൾക്ക് അതിൽ ഇങ്ങനെ ടൈം ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണിക്കുമ്പോൾ അതൊരു പ്രോബ്ലമാണ്, അതിന് അവർക്ക് കോൺഫിഡൻസ് പോകുന്നു, ഇങ്ങനെ കുറേ. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും സെൻറ്ററുകൾ തന്നെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊന്നുമില്ലാതെ സിമ്പിളായിട്ട് എക്സാം എഴുതാൻ OMR നമ്മളെ സഹായിക്കുന്നതാണ്, പെൻ ആൻഡ് പേപ്പർ മോഡ് നമ്മളെ സഹായിക്കുന്നതാണ്. എന്നാൽ അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ OMRൽ ഒരു ഓപ്ഷൻ ബബിൾ ചെയ്യുന്ന സമയത്ത് അത് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാനുള്ള കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പല രൂപത്തിൽ നമ്മളുടെ എക്സാം പ്രിപ്പറേഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, നമ്മൾ കൂടുതൽ ടൈം നമുക്ക് കിട്ടാതെ പലപ്പോഴും നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മൾ ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തു, പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ മാറ്റാം, വേറെ ഒന്ന് തിരഞ്ഞെടുക്കാം സിമ്പിളായിട്ട്. പക്ഷേ ഇത് നമ്മളൊരു തവണ നന്നായിട്ട് ടൈം എടുത്ത് ആലോചിച്ചിട്ട് മാത്രമേ ഒരു ആൻസറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊരു പ്രോബ്ലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുതന്നെയാണ് ഒരുപാട് ആളുകളെ പുറത്തേക്ക് എലിമിനേഷൻ നടത്താനും ഒരുപാട് ആളുകളെ അവരെ റിസൾട്ടിലേക്ക് എത്തിക്കാനുമുള്ള ഒരു പ്രധാനപ്പെട്ട ഡിസിസീവായ ഒരു ഫാക്ടറായിട്ട് ഞാൻ കാണുന്നത് ഒരു തവണ മാത്രമേ ബബിൾ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ OMR എക്സാമാണ് ഒന്നും കൂടി എന്ത് ചെയ്യുക, നമ്മൾ അതിനൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. OMR യൂസ് ചെയ്തിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സൈറ ഒരുപാട് സപ്പോർട്ടിംഗ് സിസ്റ്റം നൽകുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളുടെ നെറ്റ്ടോക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. എല്ലാ ദിവസവും നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് ഡെയിലി 5 പോൾ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിൽ വന്ന പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും പോളായിട്ട് അറ്റൻഡ് ചെയ്യുകയും ഈവനിങ്ങിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വിത്ത് വോയിസ് ഓർ വിത്ത് നോട്ടായിട്ട് നിങ്ങൾക്ക് നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 13 സബ്ജക്റ്റുകളിൽ സൈറ പ്രൊവൈഡ് ചെയ്യുന്ന ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെയുള്ള സബ്ജക്റ്റുകളിൽ നെറ്റ്ടോക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് 3 കാറ്റഗറി ആയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ തന്നെ നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ വന്നതാണ്. ഇതുവരെ JRF ആൻഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ യോഗ്യതയുള്ള ആളുകൾ ഒരു കാറ്റഗറിയും അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ആവാനുള്ള നെറ്റ് മാത്രം ക്വാളിഫൈ ചെയ്ത ആളുകൾ ഒരു കാറ്റഗറിയും എന്ന രീതിയിൽ 2 കാറ്റഗറിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ 3 കാറ്റഗറികളാവാൻ പോവുകയാണ്. അത് ഒന്ന് JRF ആൻഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയ ആളുകളാണ് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ആൻഡ് അഡ്മിഷൻ ടു PhD ആയവരാണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ടു PhD ഓൺലിയാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്, ഇനി അപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ സൈറ ലേണിങ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് ചാനൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും സൈറയുടെ ID നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് JRFന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ 2024 ജൂൺ മാസമാണല്ലോ എക്സാം നടക്കുന്നത്. ജൂൺ മാസം 1-ാം തീയതി നിങ്ങൾക്ക് 30 വയസ്സ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് JRF വാലിഡ് ആണ്. ഇനി ബാക്കിയുള്ള SC ST OBC അതേപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലാണെങ്കിലും വിമന് 35 വരെ JRFനുള്ള ടൈമുണ്ട്. അതുകൊണ്ട് തന്നെ 2024 ജൂൺ മാസം 1-ാം തീയതി നിങ്ങൾക്ക് 35 വയസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് JRFന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഏജ് പുറത്ത് പോകാത്ത മുഴുവൻ ആളുകളും JRFനും കൂടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും അതിലൊരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താൻ പാടില്ല. ഇനി ആ ഏജിൽ നിന്ന് നിങ്ങൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അതുപോലെ തന്നെ PhD എന്ന രൂപത്തിലേക്കുള്ള അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് JRFും അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പും രണ്ടും കൂടി നേടിയ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിനി PhDക്ക് വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ PhD എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. നേരിട്ട് അവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കാരണം JRF ഉണ്ടായതുകൊണ്ട് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ തന്നെയാണ്. ഇനി അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പും അതേപോലെ തന്നെ PhD അഡ്മിഷനും കൂടി നേടിയ ആളുകളാണ് രണ്ടാമത്തെ കാറ്റഗറി. PhD അഡ്മിഷൻ മാത്രം നേടിയ ആളുകളാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ്. അതായത് നെറ്റും കിട്ടിയിട്ടില്ല, എന്നാൽ അവർക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ട് താനും, അങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ എത്ര മാർക്ക് കിട്ടണം അതിന് എന്ന് ചോദിച്ചാൽ അങ്ങനെ കൃത്യമായിട്ടൊരു മാർക്ക് പറയുന്നില്ല. ഓരോ സമയവും ഇതിൻ്റെ റിസൾട്ട് കമ്മിറ്റിയാണ് എത്ര ആളുകൾക്ക് വരെ അഡ്മിഷൻ ടു PhD കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചായിരിക്കും എത്ര ആളുകൾക്ക് കൊടുക്കുക എന്ന് തീരുമാനിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പെർസെൻറ്റേജിലായിരിക്കും റിസൾട്ട് വരിക. ഒപ്പം ഒരു മാർക്കും ഉണ്ടാവുന്നുള്ളതാണ്. ഈ മാർക്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എന്നുള്ളതുണ്ടാവും. ഈ നിങ്ങൾ സ്കോർ ചെയ്ത മാർക്കിന് നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റിയിലെയും PhD എൻട്രൻസ് ടെസ്റ്റിന് പകരമായിട്ട് ഇനി നമ്മൾ ഈ നെറ്റിൻ്റെ സ്കോറാണ് പരിഗണിക്കുക. മിക്കവാറും അടുത്ത സമയത്ത് തന്നെ അത് എല്ലാ യൂണിവേഴ്സിറ്റികളും അങ്ങനെ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ PhDയിലേക്കുള്ള അഡ്മിഷൻ്റെ സമയത്ത് നമുക്കറിയാം ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും, വൈവയും ഉണ്ടാവും. ഈ എൻട്രൻസ് ടെസ്റ്റിന് നിങ്ങൾ നെറ്റിൽ എത്രയാണോ സ്കോർ ചെയ്തത് അതിന് 70% വെയിറ്റേജും അതിനുശേഷം നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് 30% വെയിറ്റേജും ആണ് നൽകുക. അപ്പോൾ അഡ്മിഷന് PhDക്ക് വേണ്ടിയുള്ള അഡ്മിഷന് നിങ്ങൾ കൃത്യമായിട്ടും നെറ്റ് എഴുതൽ ഒരു നിർബന്ധ ഘടകമായിട്ട് വരികയാണ്. തീർച്ചയായിട്ടും നെറ്റ് നിങ്ങളെല്ലാവരും ക്വാളിഫൈ ചെയ്യണം. ഏതെങ്കിലും തരത്തിൽ നെറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സിസ്റ്റമാറ്റിക് കോച്ചിങ്ങിൻ്റെ ഒക്കെ ഭാഗമാവണമെന്നുണ്ടെങ്കിൽ സൈറ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ സൈറയിൽ നല്ല രീതിയിലുള്ള ഓഫേഴ്സും നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളതിനെക്കുറിച്ച് ആലോചിക്കുകയും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇനി അഡ്മിഷൻ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, JRF നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ 3 വർഷം വരെ നിങ്ങൾക്ക് JRF വാലിഡ് ആയിരിക്കും. അതായത് 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ PhDക്ക് എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങൾ നെറ്റുള്ള ഒരാളായിട്ടായിരിക്കും എന്ത് ചെയ്യുക,
മനസ്സിലാക്കപ്പെടുക. ഇനി നിങ്ങൾ അഡ്മിഷൻ ടു PhD ഓൺലി മാത്രമാണെങ്കിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് പലപ്പോഴും PG പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, ഞാൻ PG ഫസ്റ്റ് ഇയർ ആണ്, അപ്പോൾ എനിക്ക് എഴുതാൻ കഴിയുമോ എന്നൊക്കെ. PGക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യണം. നിങ്ങൾ അപ്ലൈ ചെയ്യുക, നെറ്റ് എക്സാം എഴുതുക. നിങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസം മുതൽ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ PG കംപ്ലീറ്റ് ആക്കിയാൽ മതി. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു തിരുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നെറ്റ് എക്സാം എഴുതി JRF നിങ്ങൾ ക്വാളിഫൈ ചെയ്തില്ല, നിങ്ങൾക്ക് നെറ്റും കിട്ടിയില്ല, പക്ഷേ നിങ്ങൾ അഡ്മിഷൻ ടു PhD എന്ന് പറയുന്ന 3ാമത്തെ കാറ്റഗറിയിൽ നിങ്ങൾ എത്തി. അപ്പോൾ അത്യാവശ്യം മാർക്കുണ്ട്, നെറ്റിന് ആവശ്യമായ മാർക്ക് കിട്ടിയില്ല, സ്വാഭാവികമായിട്ടും JRFന് ആവശ്യമായ മാർക്കും നിങ്ങൾ സ്കോർ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് PhDയിലേക്ക് മാത്രം അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു റിസൾട്ട് വന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ PG കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കൂല, നിങ്ങളുടെ ആ ഒരു PhD അഡ്മിഷൻ എന്ന് പറയുന്നതിലേക്കുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വാലിഡ് ആയിരിക്കില്ല. ഇപ്പം നെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 വർഷത്തിനുള്ളിൽ PG കംപ്ലീറ്റ് ആക്കിയാൽ മതി, JRF ആണെങ്കിലും നിങ്ങൾ 2 വർഷത്തിനുള്ളിൽ PG കംപ്ലീറ്റ് ആക്കിയാൽ മതി. പക്ഷേ നിങ്ങൾ അഡ്മിഷൻ ടു PhD എന്ന് പറയുന്ന 3ാമത്തെ കാറ്റഗറിയിലാണ് വന്നതെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, PG കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കേസ് പലരും പറഞ്ഞിരുന്നത് 4 ഇയർ ഡിഗ്രി ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ്. ഈ പ്രാവശ്യം നോട്ടിഫിക്കേഷന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 4 ഇയർ ഡിഗ്രി ചെയ്യുന്ന ആളുകൾക്ക് ലാസ്റ്റ് ഇയറിലാണ് അവർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് സെമസ്റ്ററിലാണെങ്കിൽ അവർക്ക് നെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ JRF ക്വാളിഫൈ ചെയ്തു, അതേപോലെ തന്നെ അവർ PhDക്ക് വേണ്ടി അഡ്മിഷൻ ഇതിലേതെങ്കിലും ഒന്ന്, അതായത് JRF അവർ ക്വാളിഫൈ ചെയ്താൽ സ്വാഭാവികമായിട്ട് അവർക്ക് PhDക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അവർ PhDയിലേക്ക് JRFും കിട്ടിയില്ല, നെറ്റും കിട്ടിയില്ല, PhDയിലേക്ക് മാത്രമുള്ള അഡ്മിഷനുള്ള 3ാം കാറ്റഗറിയിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് PhDയിലേക്കുള്ള ഒരു PhDയിലേക്ക് നോക്കാവുന്നതാണ്. നെറ്റിനുള്ള അവരുടെ സ്കോറിന് 70% വെയിറ്റേജും അവർക്ക് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാം. PhDക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൽ അതിന് 30% വെയിറ്റേജ് എന്നുള്ള രൂപത്തിലായിരിക്കും. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 4 ഇയർ ഡിഗ്രിയിലെ ലാസ്റ്റ് ഇയേഴ്സായ ആളുകൾ നെറ്റ് മാത്രം ക്വാളിഫൈ ചെയ്തു, അല്ലെങ്കിൽ നെറ്റും PhD അഡ്മിഷനും കൂടി ക്വാളിഫൈ ചെയ്താൽ ഒരിക്കലും അവർ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അവിടെ ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മൾ ഒന്നും കൂടി ക്ലാരിറ്റി വരേണ്ടതാണ്. മിക്കവാറും അത് അവർ PhD ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ആവാൻ സാധിക്കേണ്ടതാണ്. ആ രൂപത്തിലാണ്. അതായത് നിങ്ങൾക്ക് PhDയിലേക്കുള്ള അഡ്മിഷൻ മാത്രമാണ് കിട്ടിയത് 4 ഇയർ ഡിഗ്രി ചെയ്ത് ലാസ്റ്റ് വർഷത്തിലുള്ള ആളുകൾക്ക്. അങ്ങനെയാണെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ പറ്റുമോ ഏതെങ്കിലും കോളേജിൽ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നതാണ് അതിൻ്റെ ആൻസർ എന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ഇപ്പോൾ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം 4 ഇയർ ഡിഗ്രിയുടെ ലാസ്റ്റ് സെമസ്റ്റേഴ്സ് ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നീട് മാർക്കിംഗ് സ്കീമുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ എല്ലാ തവണയും ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങളുണ്ട്. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ, അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല, അതേപോലെ തന്നെ സിലബസ് ചേഞ്ചും വന്നിട്ടില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംശയങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സാധാരണ പോലെ തന്നെ 150 ചോദ്യങ്ങളാണ്, 2 പേപ്പറാണ്, 300 മാർക്കാണ്, 180 മിനിറ്റാണ്, അതായത് 3 മണിക്കൂറാണ്. 3 മണിക്കൂർ എക്സാം ഒരേ ഇരുത്തത്തിലായിരിക്കും ഉണ്ടാവുക എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് എക്സാം എന്തുകൊണ്ട് 1 ദിവസമാക്കി എന്നുള്ളതും, എന്താണ് OMR വരുമ്പോഴുള്ള മാറ്റം എന്നുള്ളതും, അതുപോലെ തന്നെ 3 കാറ്റഗറികൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ വന്ന പ്രധാനപ്പെട്ട ചേഞ്ചുകൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നെറ്റ്ടോക്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ കോച്ചിങ് എടുക്കാവുന്നതാണ്. ഇനി സൈറയുടെ പ്രീമിയം കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓഫറോട് കൂടി അഡ്മിഷൻ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ നമ്പറുണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുകൾ എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത്തവണത്തെ അപ്ലിക്കേഷൻ നമുക്കറിയാം, മിക്കവാറും ഡിസംബറിൽ സിലബസ് മാറാനുള്ള സാധ്യതയുണ്ട്. നെഗറ്റീവ് മാർക്ക് നമ്മൾ മിക്കവാറും സാധ്യതയുണ്ട്, പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ മുമ്പ് നിങ്ങളിതുവരെ പഠിച്ചത് ഒരു റിസൾട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇത്തവണ തന്നെ നിങ്ങൾ എന്തായാലും അപ്ലിക്കേഷൻ കൊടുക്കുക, എക്സാമിന് അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു നല്ല വിജയം ഇത്തവണത്തെ നെറ്റ് എക്സാമിൽ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.